ഏപ്രിൽ 3 വെള്ളിയാഴ്ച ചെന്നൈയിലെ എം.എ. ചിദംബരം സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ ഐ.പി.എൽ 2026 പോരാട്ടത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 വിക്കറ്റിന് തകർപ്പൻ ജയം സ്വന്തമാക്കി പഞ്ചാബ് കിങ്സ്. 210 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം വിജയകരമായി പിന്തുടർന്ന് നേടിയ ഈ ജയം ഈ സീസണിലെ പഞ്ചാബിന്റെ തുടർച്ചയായ രണ്ടാം വിജയമാണ്. ഇതോടെ അവർ ഐ.പി.എൽ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തുകയും ചെയ്തു. അതേസമയം ചെന്നൈ സൂപ്പർ കിങ്സിന് ഇത് സീസണിലെ തുടർച്ചയായ രണ്ടാം തോൽവിയാണ്. ഇതോടെ അവർ പോയിന്റ് പട്ടികയിൽ ഏറ്റവും താഴെ അവസാന സ്ഥാനത്തേക്കെത്തി. റൺസ് വാരിക്കൂട്ടിയ ഈ മത്സരത്തിൽ ഇരു ടീമുകളും ആക്രമണോത്സുകമായ ബാറ്റിംഗ് കാഴ്ചവെച്ചു. ചെന്നൈ നേടിയ മികച്ച സ്കോർ പഞ്ചാബിന്റെ കൃത്യമായ ചേസിംഗിനു മുന്നിൽ ഒടുവിൽ അടിപതറുകയായിരുന്നു. ഈ ഫലം പഞ്ചാബിന്റെ ശക്തമായ ബാറ്റിംഗ് നിരയെയും സമ്മർദ്ദത്തിലും മികച്ച പ്രകടനം നടത്താനുള്ള അവരുടെ കഴിവിനെയും അടിവരയിടുന്നു. എന്നാൽ ഈ സീസണിൽ രണ്ടാം തവണയാണ് വലിയ സ്കോർ പ്രതിരോധിക്കുന്നതിൽ പരാജയപ്പെടുന്നത് എന്നതിനാൽ ചെന്നൈ തങ്ങളുടെ തന്ത്രങ്ങൾ മാറ്റിയെഴുതേണ്ടിവരും. ഐ.പി.എൽ 2026 തുടക്കം തന്നെ ടീമുകൾ ആധിപത്യത്തിനായി മത്സരിക്കുന്ന കടുത്ത പോരാട്ടങ്ങൾക്ക് വേദിയാകുന്നുണ്ട്. ഈ മത്സരം ടൂർണമെന്റിൽ ഉയർന്നുവരുന്ന ടീമുകളുടെ ശക്തി ദൗർബല്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം നൽകുകയും ചെയ്തു. പഞ്ചാബ് കിങ്സിന്റെ ഈ വിജയകരമായ ചേസിംഗ് തീർച്ചയായും അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഐ.പി.എൽ 2026 കിരീടത്തിലേക്കുള്ള യാത്രയിൽ ഈ കുതിപ്പ് അവർക്ക് കരുത്താകും. എന്നാൽ ചെന്നൈ സൂപ്പർ കിങ്സിന് തങ്ങളുടെ തലവര മാറ്റിയെഴുതണമെങ്കിൽ ബൌളിംഗിലെ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ടിവരും. ടോസ് നേടിയ പഞ്ചാബ് കിങ്സ് നായകൻ ശ്രേയസ് അയ്യർ ആദ്യം ബോൾ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 209 റൺസിന്റെ കൂറ്റൻ സ്കോർ പടുത്തുയർത്തി. സി.എസ്.കെയ്ക്കായി ആയിഷ മഹാത്ര ടോപ്പ് സ്കോററായി തിളങ്ങി. വെറും 43 ബോളിൽ നിന്ന് 73 റൺസെടുത്ത ആയിഷ ഇത്തവണ ലഭിച്ച ലൈഫ് മുതലെടുത്താണ് ഈ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചത്. ചെന്നൈക്കൊരു ഉയർന്ന വിജയലക്ഷ്യം മുന്നോട്ട് വെക്കാൻ അദ്ദേഹത്തിന്റെ ഈ ഇന്നിംഗ്സ് വലിയൊരു ഊർജ്ജം നൽകി. മഹാദ്രയുടെ പ്രകടനത്തിന് പിന്തുണ നൽകി ശിവം ദുബെ 27 ബോളിൽ നിന്ന് പുറത്താകാതെ 45 റൺസെടുത്തു. ഇന്നിംഗ്സിന്റെ അവസാന ഓവറുകളിൽ തന്റെ ബാറ്റിംഗ് പുറത്തെടുത്താണ് ദുബെ ഈ നിർണായക സംഭാവന നൽകിയത്. സർഫറാസ് ഖാനും ഒരു മിന്നൽ പ്രകടനം കാഴ്ചവെച്ചു. വെറും 12 ബോളിൽ നിന്ന് 32 റൺസ് അടിച്ചുകൂട്ടി അദ്ദേഹം ചെന്നൈയുടെ റൺറേറ്റ് കുത്തനെ ഉയർത്തി. മധ്യ ഓവറുകളിൽ വിക്കറ്റുകൾ നഷ്ടപ്പെട്ടെങ്കിലും ഒരു മികച്ച ഫിനിഷ് സി.എസ്.കെയെ 200 റൺസ് കടത്തി മുന്നോട്ട് നയിച്ചു. 5 വിക്കറ്റുകൾ വീഴ്ത്താൻ സാധിച്ചെങ്കിലും പഞ്ചാബിന്റെ ബോളിംഗ് നിരയ്ക്ക് റൺസ് ഒഴുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. പഞ്ചാബ് കിങ്സിനായി വിജയകുമാർ വൈശാഖ്, യുസ്വേന്ദ്ര ചാഹൽ, മാർക്കോ യാൻസൺ, സേവ്യർ ബാട്ട്ലെറ്റ് എന്നിവർ ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി. ചെന്നൈക്കായി കളിച്ച മാറ്റ് ഹെൻറിയും വിക്കറ്റ് നേടിയവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ പഞ്ചാബ് കിങ്സ് 8 ബോൾ ബാക്കി നിൽക്കെ 5 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി 210 റൺസ് അടിച്ച് വിജയലക്ഷ്യം അനായാസം മറികടന്നു. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ മുന്നിൽ നിന്ന് നയിച്ചു. വെറും 29 ബോളിൽ 50 റൺസടിച്ച് തകർപ്പൻ അർദ്ധ സെഞ്ചുറി നേടി ടീമിന് വലിയൊരു പിന്തുണ നൽകി. 4 ഫോറുകളും 3 സിക്സറുകളും പറത്തിയ അയ്യർ ചേസിംഗിന് ആവശ്യമായ സ്ഥിരതയും അതേസമയം ആക്രമണ സ്വഭാവവും നൽകി. നെഹാൽ വധേരിയുമായി ചേർന്നുള്ള അയ്യരുടെ ഈ നിർണായക കൂട്ടുകെട്ട് പഞ്ചാബിനെ കൃത്യമായ ട്രാക്കിൽ തന്നെ നിലനിർത്തി. ഇതിനു മുന്നേ ഇന്നിംഗ്സിന്റെ തുടക്കത്തിൽ പ്രിയാൻഷ് ആര്യ വെറും 11 ബോളിൽ 39 റൺസ് അടിച്ച് ഒരു വെടിക്കെട്ട് തുടക്കം നൽകിയിരുന്നു. പ്രഭ്സിമ്രൻ സിംഗും 34 ബോളിൽ 43 റൺസെടുത്ത് നല്ലൊരു സംഭാവന നൽകി. പഞ്ചാബ് കിങ്സിന്റെ മധ്യനിര ഈ സമ്മർദ്ദഘട്ടങ്ങളെല്ലാം അതിജീവിച്ച് ആവശ്യമായ റൺ റേറ്റ് കൃത്യമായി നിലനിർത്തി. പ്രഭ്സിമ്രൻ സിംഗ് റൺഔട്ടിലൂടെ പുറത്തായതും അവസാന ഘട്ടങ്ങളിൽ അയ്യരുടെ വിക്കറ്റ് നഷ്ടപ്പെട്ടതും ടീമിന് തിരിച്ചടിയായിരുന്നെങ്കിലും മാർക്കസ് സ്റ്റോയിനിസ് ക്രീസിലെത്തി. 3 ബോളിൽ പുറത്താവാതെ ഒരൊറ്റ ഫോറടക്കം 9 റൺസെടുത്ത് സ്റ്റോയിനിസ് പഞ്ചാബിന്റെ വിജയം ഉറപ്പിച്ചു. ഈ ഒരു അച്ചടക്കമുള്ള ബാറ്റിംഗ് പ്രകടനത്തിലൂടെ പഞ്ചാബ് കിങ്സ് വിജയലക്ഷ്യം വളരെ അനായാസം മറികടന്നു. ഒരു ഹൈ പ്രഷർ ചേസിംഗിൽ അവരുടെ ആഴവും പ്രതിരോധശേഷിയും വ്യക്തമാക്കുന്നതായിരുന്നു ഈ വിജയം. ഈ കളിയിലെ വിജയികളെ തീരുമാനിച്ചത് ബൌളിംഗ് പ്രകടനങ്ങളായിരുന്നു എന്ന് തന്നെ പറയാം. ചെന്നൈ സൂപ്പർ കിങ്സിനായി മാറ്റ് ഹെൻറിക്ക് വിക്കറ്റുകൾ കിട്ടി. നെഹാൽ വധേരിയെ കൂടാതെ കൂപ്പർ കനോളിയെയും ഹെൻറി പുറത്താക്കി. അൻഷുൽ കാംബോജും നിർണായകമായ വിക്കറ്റുകൾ നേടി. പ്രിയാൻഷ് ആര്യയെയും ശ്രേയസ് അയ്യരെയും പുറത്താക്കി. സി.എസ്.കെയുടെ പ്രധാന സ്പിന്നറായ രാഹുൽ ചാഹർ റൺസ് വഴങ്ങിയെങ്കിലും ശ്രേയസ് അയ്യരുടെ വിക്കറ്റ് സ്വന്തമാക്കി. എങ്കിലും ഈ വ്യക്തിഗത പ്രകടനങ്ങൾക്കിടയിലും ചെന്നൈ ബൌളിംഗ് നിരയ്ക്ക് മൊത്തത്തിൽ 210 എന്ന വലിയ ടാർഗറ്റ് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. പഞ്ചാബിന്റെ ബാറ്റിംഗിന് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. പഞ്ചാബ് കിങ്സിന്റെ ബൌളർമാരും ഒരുപാട് റൺസ് വഴങ്ങിയെങ്കിലും അവർക്ക് ചില മിന്നുന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞു. വിജയകുമാർ വൈശാഖ് ആയിഷ മഹാത്രയുടേതടക്കം 2 വിക്കറ്റുകൾ വീഴ്ത്തി. യുസ്വേന്ദ്ര ചാഹൽ, മാർക്കോ ജാൻസൺ, സേറ്റ് എന്നിവർ ഓരോ വിക്കറ്റ് വീതം നേടി ചെന്നൈയെ 209 റൺസിൽ ഒതുക്കാൻ സഹായിച്ചു. നിർണായക ഘട്ടങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീഴ്ത്താനും റൺസ് നിയന്ത്രിക്കാനും ചെന്നൈ ബൌളർമാർക്ക് കഴിയാതെ പോയത് പഞ്ചാബിന് ചേസിംഗിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ആധിപത്യം നിലനിർത്താൻ സഹായകമായി. ഈ ജയത്തോടെ പഞ്ചാബ് കിങ്സ് ഐ.പി.എൽ 2026 പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തിയിരിക്കുകയാണ്. കളിച്ച 2 കളികളിലും അവർക്ക് ജയിക്കാനായി. അവരുടെ നെറ്റ് റൺ റേറ്റ് +0.637 ആണ്. ഇത് ഈ സീസണിൽ അവർക്ക് ലഭിച്ച മികച്ച തുടക്കം വ്യക്തമാക്കുന്നു. അതേസമയം ചെന്നൈ സൂപ്പർ കിങ്സ് തുടർച്ചയായ 2 കളികളിലും തോറ്റു പോയിന്റ് പട്ടികയിൽ ഏറ്റവും താഴെയാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മുഖ്യ പരിശീലകൻ സ്റ്റീഫൻ ഫ്ലെമിംഗ് ബൌളിംഗിലെ പാളിച്ചകൾ തുറന്നു സമ്മതിച്ചു. മികച്ച സ്കോർ നേടിയിട്ടും ടീമിന്റെ പ്രകടനം ഇതിലും മികച്ചതാകാമായിരുന്നു എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കാഫ് സ്ട്രെയിൻ കാരണം കളിക്കളത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന വെറ്ററൻ താരം എം.എസ്. ധോണിയുടെ അഭാവം സി.എസ്.കെയ്ക്ക് വലിയൊരു തിരിച്ചടിയാണെന്നും ഫ്ലെമിംഗ് ചൂണ്ടിക്കാട്ടി. ടൂർണമെന്റിന്റെ ആദ്യ 2 കളികൾ ധോണിക്ക് നഷ്ടമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഋതുരാജ് ഗെയ്ക്വാദിന്റെ ക്യാപ്റ്റൻസിയിൽ ചെന്നൈ സീസണിന്റെ തുടക്കത്തിൽ വലിയ വെല്ലുവിളികളാണ് നേരിടുന്നത്. മുന്നോട്ടുള്ള കളികളിൽ പഞ്ചാബ് കിങ്സ് ഈ മികച്ച ഫോം നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് അവരുടെ ബൌളിംഗിലെ പോരായ്മകൾ പരിഹരിച്ച് പോയിന്റ് ടേബിളിൽ മുന്നോട്ട് കയറാനും നിലവിലെ ഐ.പി.എൽ 2026 സീസണിൽ ശക്തമായ തിരിച്ചുവരവ് നടത്താനും ശ്രമിക്കും.